ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക് എക്സാം ബുക്കിലെ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിന്റെ 10 ക്വസ്റ്റ്യൻ സീരീസിലെ എപ്പിസോഡ് 1 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. ഓക്കെ, കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു എക്സാമിന്റെയും സിലബസിൽ തന്നെ ഫസ്റ്റിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. എന്നിട്ട് 1 മുതൽ 10 വരെ നമ്പർ ഇട്ട് വെച്ചിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ക്വസ്റ്റ്യൻ 2 തവണ വായിക്കും, ഓപ്ഷൻസും 2 തവണ വായിക്കും. ഇനി എൻ്റെ ക്വസ്റ്റ്യൻസ്, എൻ്റെ വോയിസ് കേൾക്കാതെ നിങ്ങൾക്ക് സ്വയം വായിച്ചാലേ മനസ്സിലാകൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ സൗണ്ട് മ്യൂട്ട് ആക്കിയിട്ട് വോയിസ് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ സ്വയം വായിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആര്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി വെള്ളക്കാർ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിക്കാം. ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആര്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി വെള്ളക്കാർ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരാണ്? ഡച്ചുകാരാണ് അല്ലെ. ഓപ്ഷൻ സി ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസുകാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പറങ്കികൾ അല്ലെ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഫ്രഞ്ചുകാർ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പരന്ത്രീസുകാർ അല്ലെ. പരന്ത്രീസുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണക്റ്റഡ് ഫാക്ട്സും കൂടി നോക്കിയിട്ട് പോകാം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ എ വേണാട് ഉടമ്പടി, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ ഉടമ്പടി, ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി, ഓപ്ഷൻ ഡി പള്ളിപ്പുറം ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ ഇടയായ ഉടമ്പടി. ഓപ്ഷൻ എ വേണാട് ഉടമ്പടി, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ ഉടമ്പടി, ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി, ഓപ്ഷൻ ഡി പള്ളിപ്പുറം ഉടമ്പടി. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി. അപ്പൊ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി. ഏതാ വർഷം ഓർമ്മ ഉണ്ടോ? 1753, 1753 അല്ലെ. അപ്പം മാവേലിക്കര ഉടമ്പടിയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു നമ്മുടെ മാവേലിക്കര ഉടമ്പടി? ഡച്ചുകാരും അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു ഏത്? നമ്മുടെ മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് അല്ലെ. അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു നമ്മുടെ മാവേലിക്കര ഉടമ്പടി. അങ്ങനെയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി ഏതാണെന്ന് അറിയോ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ എ വേണാട് ഉടമ്പടി. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ വേണാട് ഉടമ്പടി. അത് ഏത് വർഷമായിരുന്നു? വേണാട് ഉടമ്പടി 1723. ഓക്കെ, 1723 ഏത് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു അല്ലെ? ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആരുമായിട്ടായിരുന്നു? മാർത്താണ്ഡവർമ്മ അല്ലെ. മാർത്താണ്ഡവർമ്മയുമായിട്ടായിരുന്നു നമ്മുടെ വേണാട് ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം. ഓപ്ഷൻ എ പള്ളിപ്പുറം, ഓപ്ഷൻ ബി വൈപ്പി, ഓപ്ഷൻ സി കുളച്ചൽ, ഓപ്ഷൻ ഡി കൊച്ചി. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം. ഓപ്ഷൻ എ പള്ളിപ്പുറം, ഓപ്ഷൻ ബി വൈപ്പി, ഓപ്ഷൻ സി കുളച്ചൽ, ഓപ്ഷൻ ഡി കൊച്ചി. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ പള്ളിപ്പുറമാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം ഏതാണ്? പള്ളിപ്പുറം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും 2 ഭരണ മേഖലകളായി വിഭജിച്ചത് എന്ന്?
ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണ മേഖലകളായി വിഭജിച്ചത് എന്ന്. ഓപ്ഷൻ എ 1793 മാർച്ച് 18, ഓപ്ഷൻ ബി 1793 മാർച്ച് 30, ഓപ്ഷൻ സി 1793 മാർച്ച് 24, ഓപ്ഷൻ ഡി 1793 മാർച്ച് 19. ഏതാണ് ആൻസർ വരിക? ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും വിഭജിച്ചത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1793 മാർച്ച് 30. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതായത് വടക്കൻ മലബാർ തെക്കൻ മലബാർ എന്നിങ്ങനെ രണ്ടായിട്ട് മലബാറിനെ വിഭജിച്ച വർഷം 1793 മാർച്ച് 30. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത്? ഒരു 3 പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ ഏത് പ്രസ്താവനയാണ് തെറ്റായത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പ്രസ്താവന ചോദ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ചോദിച്ചത് എന്താണ്, അവരെന്താണ് ചോദിച്ചത് എന്നുള്ളത് ആദ്യം അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അടിവരയിടുക. അതായത് തെറ്റായതാണ് ചോദിച്ചെങ്കിൽ ആ തെറ്റായതിന് താഴെ ഒരു അടിവരയിടുക. ഇനി അതല്ല ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ആ ശരിയായതിന് നേരെ താഴെ ഒരു അടിവരയിടുക. കാരണം എന്താണ്, നമ്മൾ ഈ പ്രസ്താവനകളൊക്കെ വായിച്ചു വന്ന് ഓപ്ഷനും വായിച്ചു വന്ന് വീണ്ടും നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഇവരെന്താ ചോദിച്ചത്, തെറ്റായതാണോ ശരിയായതാണോ? അപ്പൊ അതിന് ആ കൺഫ്യൂഷൻ അടിച്ച് സമയം കളയരുത്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് നല്ല സമയം ഉണ്ടാവും ചെയ്യാൻ, പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, തെറ്റായതാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ അതിന് താഴെ ഒരു അടിവര ഇട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കാണാൻ പറ്റും എന്താ അതിൽ ചോദിച്ചത് എന്നുള്ളത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ പ്രസ്താവന വീതം വായിക്കുക. എന്നിട്ട് ഓരോ പ്രസ്താവന വായിച്ചതിന് ശേഷം അത് തെറ്റാണെങ്കിൽ അതിന് നേരെ തെറ്റെന്നിടുക, ശരിയാണെങ്കിൽ ശരി എന്നിടുക. ഓക്കെ, ഒരു പ്രസ്താവന തെറ്റ് ശരി എന്നിട്ടതിന് ശേഷം നിങ്ങൾ ഓപ്ഷനിലോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. 1888 കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. 1845 തിരുവിതാംകൂറിൽ 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പൊ ഇത്തരത്തിൽ 3 പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്, 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന 1888 കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന 1845 തിരുവിതാംകൂറിൽ 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 2, 3. ഇവയിൽ ഏതാണ് തെറ്റായത്? ഓക്കെ, തെറ്റായത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ പ്രസ്താവന വായിച്ചു നോക്കാം. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. അത് ശരിയാണോ തെറ്റാണോ? എന്താണ്? ശരിയാണ് അല്ലെ. 1812 തന്നെയാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസ്താവന വായിക്കുക. എന്നിട്ട് ശരിയാണെങ്കിൽ അതിന് നേരെ ശരി എന്നിട്ട് എടുക്കുക, ഇനി തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. 1888 കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത്. ശരിയാണോ? അല്ല. എന്നാണ് കൊച്ചിയിൽ അടിമത്തം നിരോധിച്ച വർഷം ഏതാണ്? 1855 അല്ലെ. 1855 കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ അതിന് നേരെ ഒരു തെറ്റ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന. 1845 തിരുവിതാംകൂറിൽ 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. ആണോ? അല്ല. എന്നാണ്? 1888 1888 നമ്മുടെ തിരുവിതാംകൂറിൽ 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതും ആ പ്രസ്താവനയും തെറ്റാണ്. അപ്പൊ അതിന് നേരെ നമ്മൾ തെറ്റെന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷനിലോട്ട് പോവാം. അപ്പൊ ഇതില് തെറ്റായതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായത് 2, 3 എന്നീ പ്രസ്താവനകളാണ്. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഉണ്ടോ? ഓപ്ഷൻ സി ഉണ്ടല്ലേ. ഓപ്ഷൻ സി 2, 3 എന്നിവ എന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേണൽ മൺട്രോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. 1. റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായി നിയമിതനായി. 2. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനായിരുന്നു. 3. കൊച്ചിയിലെ രണ്ടാമത്തെ ദിവാനായിരുന്നു. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3 മാത്രം, ഓപ്ഷൻ സി 2 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ കേണൽ മൺട്രോയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായി നിയമിതനായി. ശരിയല്ലേ? ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ശരിയെന്ന് മാർക്ക് ചെയ്യാം. തിരുവിതാംകൂറിൽ ആദ്യ യൂറോപ്യൻ ദിവാനായിരുന്നു. അതും ശരിയാണ് അല്ലെ. ഇനി അടുത്തത് 3. കൊച്ചിയിലെ രണ്ടാമത്തെ ദിവാനായിരുന്നു. ആണോ? അല്ല. കൊച്ചിയിലെ രണ്ടാമത്തെ ദിവാനല്ല കേണൽ മൺട്രോ. അപ്പൊ നമ്മുടെ ആൻസർ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ
നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻസിലെ 3 മാത്രം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻസിലെ 3 മാത്രം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി, 3 മാത്രം എന്നുള്ള പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കൂ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഓപ്ഷൻ എ അൽവാരസ് കബ്രാൾ, ഓപ്ഷൻ ബി അൽബുക്കർക്ക്, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഓപ്ഷൻ എ അൽവാരസ് കബ്രാൾ, ഓപ്ഷൻ ബി അൽബുക്കർക്ക്, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി അൽബുക്കർക്കാണ് അല്ലെ? അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമതായി എത്തിയ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവർ ശരിയായത് ഏത്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. 2 ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയാണ്. 3 ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3. ഇവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിയായ പ്രസ്താവന ഏതാണ്? 3ഉം ശരിയാണ് അല്ലെ? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയിലാണ് പ്രവർത്തനങ്ങൾ സജീവമായിരുന്നത്. അതേപോലെ എന്താണ്? ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാറായിരുന്നു. അപ്പൊ ഇത് 3ഉം ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി 1, 2, 3 അല്ലെ? ഇനി അടുത്ത് നോക്കൂ. ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, എ 1664, 2 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബി 1753, 3 മാനുവൽ കോട്ട, ഓപ്ഷൻ സി 1602, 4 മാവേലിക്കര ഉടമ്പടി, ഡി 1503. ഇനി ഓപ്ഷൻസ് നോക്കൂ. 1 സി, 2 എ, 3 ഡി, 4 ബി, ഓപ്ഷൻ ബി 1 എ, 2 ബി, 3 സി, 4 ഡി. അങ്ങനെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളോട് ചേരുംപടി ചേർക്കാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിൽ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് എന്താ വെച്ചാൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് എന്ന് നമ്മൾ നോക്കുക. ആദ്യത്തെ ഒന്നാമത്തേതായിട്ടുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ആയതിൽ തുടങ്ങിയത്? ഏത് വർഷമാണ്? 1602 ആണ് അല്ലെ? 1 സി ആണ് അല്ലെ? അങ്ങനെ വരക്കണം എന്നില്ല കേട്ടോ. 1 സി ആണ് എന്ത് ചെയ്തത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം 1 സി അല്ലെ? അപ്പൊ ഇനി 1 സി വരുന്ന ഓപ്ഷൻസ് ഇതിൽ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, 1 സി വരുന്ന ഓപ്ഷൻ എ 1 സി വരുന്നുണ്ട്. അതേപോലെ ഓപ്ഷൻ സിയും സി അല്ല, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ 1 സി വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 ഇനി നോക്കൂ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാ? ഏതാണ് വരിക? 1664 അപ്പൊ 2 എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലെ? 2 എ. ഇനി അടുത്തത് നോക്കൂ. മാനുവൽ കോട്ട നമ്മൾ സ്ഥാപിച്ചത്. ഇതിന് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എക്സാമിന് നമുക്ക് ഒരു ഓപ്ഷൻ 1 സി എന്ന് കണ്ട് ഇനി അതിൽ വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യുക? ആ ഓപ്ഷൻ ബബിൾ ചെയ്തിട്ട് വേഗം പോവുക. ഇതിപ്പോ നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് നമ്മൾ 3 4 നോക്കുന്നത്. അതല്ല, ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വേഗം ബബിൾ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തത് മാനുവൽ കോട്ട 1503 ആണ് അല്ലെ? മാനുവൽ കോട്ട സ്ഥാപിതമായ മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503 ആണ്. അപ്പൊ 3 ഡി അല്ലെ? 3 ഡി ആണ്. ഇനി 4 മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? 1753. അപ്പൊ 4 ബി. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെയും നമുക്ക് നോക്കാം. അതല്ല, എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഓപ്ഷനിലോട്ട് എത്തുന്ന രീതിയുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? 1 സി, 2 എ, 3 ഡി, 4 ബി. ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. 1 സി, 2 എ, 3 ഡി, 4 ബി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരും. ഇമ്പോർട്ടൻ്റ് ആയതും റയർ ആയിട്ടുള്ളതും. ഓരോ ടോപ്പിക്കിലും റയർ ആയിട്ട് അത് ഇതുവരെ ചോദിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് സിലബസിലെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നല്ല ഐഡിയ നിങ്ങൾക്ക് വേണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഓരോ ആൻസറും കൺഫ്യൂഷൻ ഇല്ലാതെ നെഗറ്റീവ് മാർക്ക് വരാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സിലബസും എടുത്തിട്ട് നല്ലോണം ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. എവിടുന്ന ക്വസ്റ്റ്യൻ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ റയർ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നമ്മൾ ഓരോ 10 ക്വസ്റ്റ്യൻസും നാളെ മുതൽ എന്ത് ചെയ്യും? ഓരോ സീരീസ് പോലെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് റയർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. 2200 രൂപ മാത്രമാണ് വില വരുന്നത്. വില കേട്ടിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രൂപ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. 2200 രൂപയ്ക്ക് ഏറ്റവും വർത്ത് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. കാരണം ഇതിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ പഠിച്ചതൊന്നുമല്ല ശരി എന്നുള്ളത്. കാരണം അതിന്റെ സോഴ്സസും അത് റെഫർ ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ നമുക്ക് എത്രയോ ഇനിയും പഠിക്കാനുണ്ട് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസിലുള്ള ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി, അത് ശരിയാണ്. പക്ഷെ ആ സിലബസിലുള്ള ടോപ്പിക്ക് തന്നെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതിൽ ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഈ ടോപ്പിക് എക്സാം ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം റെഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്ക് ഓർഡർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ 10 ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ എന്ത് ചെയ്യുക, നമുക്ക് മറ്റൊരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ വീണ്ടും കാണാം.